രാത്രി ഒരു കാലങ്കോഴിയുടെ കരച്ചിൽ മാത്രമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നോക്കിയപ്പോഴേ വളരെ വിശിഷ്ടമായിട്ടൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ നിശ്ചയില്ല. കണ്ടു, സത്യമായിട്ടും കണ്ടു. ആകാശത്തോളം ഉയർന്നു നിൽക്കണ ആ പാലയുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന ഒരു കൊമ്പില് കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് ഊഞ്ഞാലാടണ മാതിരി വെളുത്ത തറ്റുടുത്ത കഴുത്തിലൊരു വെളുത്ത തോർത്ത് ഇങ്ങനെ കവച്ചിട്ട അതിസുന്ദരനായ ഒരു പുരുഷൻ എന്നെ തന്നെ നോക്കണതും ചിരിക്കണതും ഞാൻ കണ്ടു. പിന്നെ ആകെക്കൂടിക്കുള്ള ഒരു രക്ഷ ഈ പാലയാണ്. ഈ പാലയ്ക്കൊരു ഭീകര സൗന്ദര്യമാണ് കേട്ടോ. പക്ഷെ ആ പാലച്ചോട്ടിൽ പോവാൻ അച്ചമ്മ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ പെങ്ങളോട് അയോയോട് ഒരു ദിവസം ചോദിച്ചു, എന്താ ആ പാലയുടെ ചോട്ടിക്ക് പോയി എന്താ കുഴപ്പം? അപ്പോഴാണ് അയോയ പറഞ്ഞു തരുന്നത്, ആ പാലയമ്പില് ഒരു ഗന്ധർവുണ്ട് ഇത്രേ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കണത്. ഏറ്റവും നല്ല നിറം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പാന്ന് ഞാൻ പറയും. ചിലപ്പോ കറുപ്പിനോടുള്ള ഒരു ആസക്തി എന്ന് പറയണത് എനിക്ക് എൻ്റെ 4-മത്തെയോ 5-മത്തെയോ ഒക്കെ വയസ്സിൽ തുടങ്ങിയതാവും തോന്നുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5-മത്തെ വയസ്സിൽ തുടങ്ങിയതായിരിക്കും. കാരണം എൻ്റെ 5-മത്തെ വയസ്സിലാണ് എനിക്കൊരു അനിയൻ ഉണ്ടാവണതേ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുഴുവനും ചെലവാക്കിയത് കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അച്ചിപ്ര എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിലാണ് എൻ്റെ അച്ഛൻ്റെ തറവാടുണ്ടായിരുന്നത്. ആ തറവാട്ടിലത്തെ അക്കാലത്ത് അവിടെ ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ആ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയും കൂടാതെ അച്ഛമ്മ, അച്ഛൻ്റെ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ അച്ഛൻ പെങ്ങളുടെ ഒരു മകൻ, ഇവരൊക്കെയാണ്. പക്ഷേ ഈ ആൾക്കാരുമായിട്ട് പ്രായം കൊണ്ടോ മനസ്സുകൊണ്ടോ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ഒരു കുട്ടിയായിരുന്നില്ലല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ ഇരുട്ടിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇരുട്ടിനോടൊരു വല്ലാത്ത സ്നേഹമായിരുന്നു എനിക്ക്. അച്ഛൻ്റെ തറവാട് എന്ന് പറയണതേ എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് നിശ്ചയില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും മണ്ണുകൊണ്ടാ ആ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 4 കെട്ട് മണ്ണ് മാത്രമാണ്. ഇപ്പോഴും ആ വീട് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. കയറി ചെല്ലണോടത്തിയിൽ വലിയൊരു പൂമുഖം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു നടുമുറ്റത്തിൻ്റെ ചുറ്റുമായിട്ട് തെക്കിനിത്തറ, വടക്കിനി കോലായ, അടുക്കളക്കെട്ടിൻ്റെ പുറത്ത് വലിയൊരു നമ്മളിപ്പോൾ വർക്ക് ഏരിയ എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു സ്പേസ്. അവിടെ വലിയ ചെമ്പടുപ്പ് എന്നാ പറയാ. നെല്ല് പുഴുങ്ങാനൊക്കെയുള്ള അടുപ്പുകൾ അവിടെയാണ്. അവിടെ നെല്ല് പുഴുങ്ങി, അതുപോലെ പച്ചരിക്ക് വേണ്ടിയിട്ട് പച്ച നെല്ല് കുത്തി ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരൽപ്പരയുണ്ട്. ഒരൽപ്പരയിൽ ഒരു 4-5 ഒരലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് അന്നൊന്നും പണിക്ക് പോവുക എന്ന് പറയണ പരിപാടി ഇല്ല, വളരെ കുറവാണ്. സ്ത്രീകൾ പരസ്പരം ഓരോ വീടുകളിൽ ചെല്ലും, ഓരോ പണികൾ അത് പണിയെടുക്കുക എന്നുള്ളത് ഉള്ള ഒരു കണക്കിനല്ല, സഹായിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് ഈ നെല്ല് കുത്തിയിട്ട് കിട്ടണ പൊടിയരി അല്ലെങ്കിൽ തവിട്, ഉമി, ഇതൊക്കെ അവര് പ്രതിഫലം എന്നുള്ള പോലെയോ അല്ലെങ്കിൽ എൻ്റെ അവകാശം എന്നുള്ള പോലെയോ എടുത്തോണ്ട് പോവും. അങ്ങനെ വരുന്ന കുറെ സ്ത്രീകള്
അതില് ഒരു മാധവമേന എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കഥകളുടെ ഒരു വലിയ പോർഷൻ അവർക്ക് വേണം കൊടുക്കാനായിട്ട്. അവരാണ് ഒരിക്കല് കാടാമ്പുഴ ഭഗവതിയുടെ പരിണയ കഥ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അന്ന് കാടാമ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഗംഭീരം കാടല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഭീകരമായ അന്തരീക്ഷമാണ്. 6 മണിയിൽ കൂടുതൽ, എനിക്ക് തോന്നുന്നു 5 മണിക്ക് തന്നെ അമ്പലം അടയ്ക്കും തോന്നുന്നു. അതിനുശേഷം പിന്നെ അവിടെ ആൾപ്പെരുമാറ്റം തന്നെ കുറവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവതി അപ്പുറത്തുള്ള പരമശിവന്റെ അടുത്തേക്ക് ഭഗവതിയും പരിവാരങ്ങളും പോവുകയാണ്, അതിനുള്ള സമയമാണ് എന്നാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മാധവമ്മ. കുട്ടി വേണച്ചാൽ നോക്കിക്കോളൂ, രാത്രി നമ്മളുടെ തോടിന്റെ ഭാഗത്തുനിന്ന് തറവാടിരിക്കണേന്റെ അപ്പുറത്തൊരു തോടാണ്. തോട് കഴിഞ്ഞിട്ട് നീണ്ടു കിടക്കണ പാടാണ്. പാടം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു റോഡാണ്. ആ റോഡിന്റെ അപ്പുറത്ത് മലയാണ്. ഈ മലയുടെ അടിവാരത്തിൽ കൂടി ആ ചെറിയ റോട്ടിൽ കൂടി രാത്രിയായാൽ നിരനിരയായിട്ട് വിളക്കുകൾ പോകുന്നത് കാണാം എന്നെനിക്ക് പറഞ്ഞു തന്നത് അവരാണ്. ഭഗവതി ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണത്രേ എന്നാണ് സങ്കല്പം. ആ വിളക്കുകൾ കാണാൻ വേണ്ടി ഞാൻ എത്ര വട്ടം ഉമ്മറമത്താരനെ തുറന്നു നോക്കിയിട്ടുണ്ടെന്നറിയോ. രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കാണ്ട് ഇളകിയ കോണിപ്പടികളെ ഒന്നും മനക്കാണ്ട് താഴത്തേക്ക് വരും. താഴത്തേക്ക് വന്നിട്ട് ഉമ്മർത്ത് മത്താരണ തുറക്കുമ്പോൾ ഒരു കറകറയെന്ന് ശബ്ദം ഉണ്ടാവും. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കും അതിൻ്റെ തിരിപ്പുകളിൽ. എന്നിട്ട് മത്താരനെ തുറന്നു നോക്കും. ഭഗവതി ഭർത്താവിനെ കാണാൻ പോകുന്നത് കാണാനല്ല, ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ടാ. എന്താ വെച്ചാല് എനിക്ക് ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് പേരിട്ടതെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇട്ടിരുന്ന പേര് മായാദേവി എന്നാ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഭഗവതിയുടെ പേരാണ്. ഭഗവതിക്ക് എൻ്റെ ചായ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുമാതിരി പ്രാന്ത് പിടിച്ചൊരു ബാല്യകാലമായിരുന്നു എൻ്റെ. പിന്നുണ്ടല്ലോ ഒരു മച്ചുണ്ടായിരുന്നു, മച്ചകം. ആ മച്ചിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും ഇരുട്ടാണ്. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും പ്രാബല്യത്തിലില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഉമ്മർത്തും തെക്കിനിയുടെ അവിടെയൊക്കെ ഓരോ റാന്തല് അല്ലെങ്കിൽ ഒരു പെട്രോമാക്സ് ഒക്കെ കത്തിച്ചു വെക്കും. പിന്നെ അകത്ത് മുഴുവനും ചെറിയ ചെറിയ മുട്ടവിളക്ക് എന്നാ പറയാ, മുട്ടയുടെ ഷേപ്പുള്ള ഒരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുള്ള ചെറിയ ചെറിയ വിളക്കുകൾ. അതിനൊരു ചക്രം പോലെ ഒരു തിരിപ്പുണ്ടാവും. അത് തിരിക്കണതിനനുസരിച്ച് അതിൻ്റെ തിരി ഇങ്ങനെ പൊന്തയും താഴുകയും ചെയ്യും. അതാണ് വെക്കുക. അപ്പോൾ സന്ധ്യ ആവുമ്പോഴേക്കും ഈ മച്ചിൻ്റെ ഭാഗത്തേക്ക് തന്നെ ഭയങ്കര ഇരുട്ടാവും. അച്ചമ്മ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ അവകാശമുള്ള ആളും ഞാൻ മാത്രമാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും അച്ചമ്മയും മാത്രമേ കയറുള്ളൂ അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ഒരു ഭുവനേശ്വരി ഉണ്ട് എന്നും ആ ഭുവനേശ്വരിയുടെ ഭക്തനായിരുന്ന ഒരു കാരണവര് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാരണവര് കണ്ടുമാമ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കണ്ടുമാമ ഒരിക്കൽ ആ മച്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിപ്പോയി, പിന്നെ അദ്ദേഹം ഇറങ്ങി വന്നില്ല എന്നാണ് അച്ചമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ കണ്ടുമാമയെയും ഈ ഭുവനേശ്വരിയെയും വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചമ്മ അതിൻ്റെ ഉള്ളിലേക്ക് 2 നേരം കയറിപ്പോണത്. വെളിച്ചാകുമ്പോൾ 5 മണിക്കും കയറിപ്പോവും, വൈകുന്നേരം 6 മണിക്കും കയറിപ്പോവും. വാതിലടച്ചിട്ട് അച്ചമ്മ വിളക്ക് കൊളുത്തി തിരിച്ചിറങ്ങും ചെയ്യും. ഇങ്ങനൊരു മച്ചുണ്ടായിരുന്നു. ആ മച്ചിൻ്റെ ഉള്ളിൽ എന്താ ഇരിക്കണമെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും ഇല്ല. പിന്നീട് ഇലക്ട്രിസിറ്റി വന്ന കാലത്തും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബൾബ് ഇടണ്ടായിട്ടില്ല. ഇനി കണ്ടുമാമയ്ക്ക് വെളിച്ചം കണ്ടാൽ ഇഷ്ടാവില്ലായിരിക്കുമോ എന്ന് നിശ്ചയില്ല. തെക്കിനി മോളിലത്തെ ഒരു അറയിലാണ് അച്ഛനും അമ്മയും ഞാനും കൂടി രാത്രി കടന്നുറങ്ങിയിരുന്നത്. അതിൻ്റെ കിഴക്കോർത്തിയിലേക്കുള്ള മത്താരണ തുറന്നാല്, മത്താരണ എന്ന് വെച്ചാലേ പണ്ട് കാലത്തെ ജനലിനെയാണ് മത്താരണ എന്ന് പറയുക. ഒരു മരപ്പലക കൊണ്ടുള്ള ഒരു അടപ്പാണത്. അതിങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ പടിപ്പരയിലേക്ക് നോക്കുമ്പോൾ പടിപ്പരയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പടുകൂറ്റൻ
പാലമരം നിന്നിരുന്നു. ഒറ്റത്തടി വൃക്ഷമായിരുന്നു അത്. ഏറ്റവും മുകളിൽ മാത്രം ചില ചെറിയ കൊമ്പുകളുണ്ട് എന്നല്ലാണ്ട് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൃദ്ധനായ മൊരി പിടിച്ച ഒരു വലിയ മനുഷ്യൻ നിൽക്കുകയാണെന്ന് തോന്നും. ആ പാലയമ്പിലേക്കാണ് രാത്രി ഉറക്കം വരുന്നവരെ ഞാൻ നോക്കിക്കൊണ്ട് കിടക്കുക. അച്ഛൻ്റെ പെങ്ങളാണ് പിന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരത്തി. അവരെ ഞാൻ അയോയാന്നാ വിളിച്ചിരുന്നത്. അയോയോട് ഞാൻ ഒരു ദിവസം ഇതെന്താ ഈ മരം ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണെന്ന് ചോദിച്ചു. അച്ഛൻ്റെ തറവാട്ടിലത്തെ വളപ്പ് വളരെ വിസ്തൃതമാണ്. ഒരുപാട് മരങ്ങളുണ്ട്. പലജാതി മാവുകൾ തന്നെയുണ്ട്. ഒരു ഭാഗം മൊത്തം ചൊടലയാണ്. ചൊടല വെച്ച് കഴിഞ്ഞാൽ മരിച്ച ആൾക്കാരെ സംസ്കരിക്കണ സ്ഥലമാണെന്ന് അറിയാലോ. ആ ചൊടലയിലത്തെ മാവിലത്തെ മാങ്ങയ്ക്കാണ് ഏറ്റവും മധുരം ഉണ്ടായിരുന്നത്. എന്താവോ അല്ലേ അങ്ങനെ? മരിച്ചുപോയ ആൾക്കാരുടെ എല്ലാ മധുരങ്ങളും കളക്ട് ചെയ്തിട്ടാണ് ആ മാവ് അതിൻ്റെ മാങ്ങകളെ താഴത്തേക്ക് വിട്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അച്ചമ്മ അതിലത്തെ മാങ്ങ തിന്നാൻ ഞങ്ങളെ ആരെയും സമ്മതിക്കില്ല. മരിച്ചുപോയവർ കിടക്കണോടത്തിലെ മാങ്ങ തിന്നരുത് പറയും. പിന്നെ ആകെ കൂടിക്കുള്ള ഒരു രക്ഷ ഈ പാലയാണ്. ഈ പാലയ്ക്കൊരു ഭീകര സൗന്ദര്യമാണ് കേട്ടോ. പക്ഷെ ആ പാലച്ചോട്ടിൽ പോവാൻ അച്ചമ്മ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ പെങ്ങളോട് അയോയോട് ഒരു ദിവസം ചോദിച്ചു, എന്താ ആ പാലയുടെ ചോട്ടിക്ക് പോയി എന്താ കുഴപ്പം? അപ്പോഴാണ് അയോയ പറഞ്ഞു തരുന്നത്, ആ പാലയമ്പില് ഒരു ഗന്ധർവ്വൻ ഉണ്ട് ഇത്രേ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കണത്. ഗന്ധർവൻ, ഒരു ആകാശം മുട്ടുന്ന ഉയരമുള്ള സുന്ദരനായ അതിസുന്ദരനായ ഒരു മായാവിയാണ് ഗന്ധർവൻ എന്നാണ് എനിക്ക് അച്ഛൻ പെങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥകളുടെ ലോകം തുടങ്ങണത്, എൻ്റെ ഇരുട്ടിലെ കഥകളുടെ ലോകം തുടങ്ങണത് ആ ഗന്ധർവനിൽ കൂടിയാണ്. ആ ഗന്ധർവനെ കാണാൻ വേണ്ടിയിട്ട് വലിയ കൊതിയായിരുന്നു എനിക്ക്, വലിയ കൊതി. അപ്പോൾ അയോയ എൻ്റെ അടുത്ത് പറഞ്ഞു, സുന്ദരി പെൺകുട്ടികളെ കാണാനാണ് ഗന്ധർവൻ വരിക. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു വട്ടം ഗന്ധർവന്റെ നോട്ടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിക്ക് വേറെ ഒരാണുങ്ങളെയും ഇഷ്ടാവില്ല എന്ന്. കാരണം ഗന്ധർവന്റെ ആ ഒരു മായാവലയത്തിൽ അങ്ങോട്ട് പെട്ടുപോകും എന്നാണ് മനസ്സിലാക്കി തന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതേ അച്ഛൻ പെങ്ങള് ഒരു പുരുഷന്റെ ശൈലിയോടുകൂടി ഒരു ത്രിസന്ധ്യ സമയത്ത് കയ്യും കാലൊക്കെ വീശി നടക്കുകയും മീശ പിരിക്കുകയും രൂക്ഷമായി നോക്കുകയും ആണുങ്ങളുടെ ശബ്ദത്തിൽ വർത്തമാനം പറയുകയും ചെയ്തു തുടങ്ങി. ഞാൻ ഇങ്ങനെ ഭയത്തോടെ നോക്കിക്കാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അടുത്തുനിന്ന് ഇങ്ങോട്ട് പോന്നോ, കൂടെ നിൽക്കണ്ടാട്ടോ, ഇങ്ങോട്ട് പോന്നോ പറഞ്ഞു. പക്ഷെ എനിക്ക് അവര് പേടിയില്ല, കാരണം അയോയ എനിക്ക് അത്രയും സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ മാടി വിളിച്ചു അയോയ. എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നല്ലൊരു മീശ വെച്ചോളൂ കേട്ടോ വലുതാവുമ്പോൾ എന്ന് പറഞ്ഞു. അന്നെനിക്ക് 8-9 വയസ്സേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ എന്നെ വേഗം പിടിച്ചിട്ട് അടുക്കളയിലേക്ക് മാറ്റി നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അച്ഛമ്മ മൂത്ത വലിയ അമ്മാമേനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, സരോജയ്ക്ക് എന്താ നിശ്ചല്യ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണു. എനിക്ക് തോന്നണത് പാലയമ്പിലത്തെ ഗന്ധർവൻ കേറിന്നാണ്. അപ്പോഴാണ് ഞാൻ അന്തം വിടണത്. കാരണം എൻ്റെ സങ്കല്പത്തിലുള്ള ഗന്ധർവൻ ഇങ്ങനെയൊന്നും അല്ലേ. അച്ഛമ്മങ്ങൾ വളരെ ഉയരം കുറഞ്ഞ് കാലിൻ്റെ മുട്ട് കവിഞ്ഞു കിടക്കണ തലമുടിയുള്ള ആ ഒരു മുടി മാത്രമാണ് അവരുടെ ശരീരത്തിലെ ഭംഗിയുള്ള ഒരു ഫീച്ചർ. അങ്ങനെയുള്ള ഒരു സ്ത്രീയിലേക്ക്
സൗന്ദര്യമുള്ള കുട്ടികളിലേക്ക് കയറുള്ളൂ എന്ന് പറയണ ഗന്ധർവൻ വരുമോ? എനിക്കത് അന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തികച്ചും സൈക്കോളജിക്കൽ ആയിരിക്കാം. അവർ വളരെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മനസ്സിലത്തെ ആഗ്രഹങ്ങളായിരിക്കാം ആ ഗന്ധർവനായിട്ട് വന്നത്. അവരെ മാറ്റി നിർത്താം. എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഗന്ധർവൻ ഒരു അമാനുഷനാണ്, ഒരു അത്യപൂർവനായ പുരുഷനാണ്. അന്ന് വല്യമാമ വന്നിട്ട് അടങ്ങിക്കോ സരോജെ എന്ന് പറഞ്ഞപ്പോ അതേ ടോണിൽ തിരിച്ച് അയോയ അങ്ങോട്ട് പറഞ്ഞു, ഈ അടങ്ങിക്കോ വേലായുധ. അതൊരു വലിയ പ്രശ്നത്തിന് വഴിതെളിച്ചു. വല്യമാമ അയോയയുടെ വലത്തെ ചെകിട്ടത്ത് ഒറ്റ അടി അടിച്ചത്. ആ അടിയുടെ ശബ്ദവും അവര് തല കറങ്ങി നിലത്ത് വീണ ആ ഒരു കാഴ്ചയും അന്നത്തെ ആ 10 വയസ്സുകാരിയുടെ 9 വയസ്സുകാരിയുടെ അതേ മനസ്ഥിതിയോടെ ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ വീണ് കിടക്കണ സമയത്ത് അവരുടെ ഇടത്തെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഇവിടം വരെ വന്നു. അപ്പോൾ പല്ല് പൊന്തിയതല്ലേ, ഇങ്ങോട്ട് വരില്ലല്ലോ. ഇങ്ങനെ ഒഴുകി മൂക്കിൻ്റെ അതിൽ കൂടെ ഒഴുകിയിട്ട് ഇങ്ങനെ നിലത്തേക്ക് വീണത് ഇപ്പോഴും ഇങ്ങനെ കണ്ണിൽ കാണുക. ഏകദേശം അരമണിക്കൂറോ 3/4 മണിക്കൂറോ അവരെ ആ ബോധക്കേടിൽ കടന്നിട്ടുണ്ടാവും. എഴുന്നേറ്റ് വന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ അടുക്കളയിൽ പണിയെടുക്കാൻ കയറുകയും ചെയ്തു. അന്നു മുതൽ ഈ ഗന്ധർവനെ എങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ആഗ്രഹിച്ച ഒരാളാണെന്ന് പ്രാന്താന്ന് തോന്നും. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്ന നമ്മളുടെ അന്വേഷണം എൻ്റെ അവസാനം ചെന്ന് നിൽക്കാറുള്ളത് എൻ്റെതായ സത്യത്തിലും എൻ്റെതായ നുണകളിലുമാണ്. സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ആ ഗന്ധർവൻ ഇപ്പോഴും ആ പാലയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഒരിക്കല് ഒരു രാത്രി മത്താരണ തുറന്ന് അച്ഛനും അമ്മയും ഉറങ്ങിയ സമയത്ത് കിഴക്കേ പടിയുടെ നേർക്ക് രാത്രി ഒരു കാലങ്കോഴിയുടെ കരച്ചിൽ മാത്രമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നോക്കിയപ്പോഴേ വളരെ വിശിഷ്ടമായിട്ടൊരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എനിക്ക് നിശ്ചയില്ല. കണ്ടു, സത്യമായിട്ടും കണ്ടു. ആകാശത്തോളം ഉയർന്നു നിൽക്കണ ആ പാലയുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന ഒരു കൊമ്പില് കാലുമ്മ കാല് കയറ്റി വെച്ചിട്ട് ഊഞ്ഞാലാടണ മാതിരി വെളുത്ത തറ്റുടുത്ത കഴുത്തിലൊരു വെളുത്ത തോർത്ത് ഇങ്ങനെ കവച്ചിട്ട അതിസുന്ദരനായ ഒരു പുരുഷൻ എന്നെ തന്നെ നോക്കണതും ചിരിക്കണതും ഞാൻ കണ്ടു. അന്ന് എനിക്ക് ചിലപ്പോ ഏറിക്കവിഞ്ഞ 10 വയസ്സേ ഉണ്ടാവുള്ളൂ. കൊല്ലത്തോടു കൂടി ഞങ്ങൾ ആ വീട് വിട്ടു പോന്നു. എന്നിലെ കുട്ടി വളരുന്നതിനോടൊപ്പം ഇത്തരം ചിന്തകളും ഭീകരമായിട്ട് വളർന്നു. ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര ഇടങ്ങളിൽ മാറി മാറി ഞാൻ താമസിച്ചാലും അവിടങ്ങളിലൊക്കെ ഒരു സർപ്പം അല്ലെങ്കിൽ ഒരു ഗന്ധർവൻ അല്ലെങ്കിൽ ഒരു യക്ഷി എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കാലം കുറെ കഴിഞ്ഞു. ഞാൻ 23 വയസ്സിലെത്തി. 23-ാം വയസ്സിലാണ് തൃശ്ശൂരിലേക്ക് എൻ്റെ ജീവിതം പറിച്ചു മാറ്റപ്പെടുന്നത്. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന സ്ഥലം തൃശ്ശൂരിലെ
ഒളരിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് പനങ്ങാട്ട എന്ന് പറയുന്ന വീട്ടിലത്തെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. എന്നെ അദ്ദേഹം കല്യാണം ആലോചിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറയുണ്ടായി, ഞങ്ങളുടേതൊരു പഴയ തറവാടാണ്. പഴയ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആകെ ക്ലിക്കാവുക എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. അപ്പൊ ഞാൻ എടുത്ത വശം ചോദിച്ചു, 4 കെട്ടാ? 4 കെട്ടല്ല. നടുമിറ്റുണ്ടോ? നടുമിറ്റല്ല. മച്ചുണ്ടോ? മച്ചുമില്ല. പിന്നെന്താ ഉള്ളത് നിങ്ങളെ തറവാടാ പറഞ്ഞു കഴിഞ്ഞാൽ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ ആ ഒരു തറവാട് സങ്കല്പം ഇതാണ്. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു, പാലുണ്ടോ? പാലല്ല. പക്ഷെ നീയൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേറൊരു മരമുണ്ട് എൻ്റെ തറവാട്ടില്. അതെന്താ അത്ര വലിയ കേമത്തുള്ള മരം എന്നാണ് എൻ്റെ ചോദ്യം. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ മാതിരി കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട് കല്യാണത്തിന് മുമ്പ് പോയി കാണാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന്റെ വീട് കാണാൻ വന്നത് എൻ്റെ ചെറിയമ്മയുടെ ഭർത്താവും കൂടിയാണ്. അവര് വന്നിട്ട് വീട് വന്ന് കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, അവിടെ ഒരു ഗംഭീരൻ മരണ്ട്, കണ്ടാൽ നമുക്ക് പേടിയാവും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, ഭീകരമായിട്ടുള്ള ഒരു വൃക്ഷമാണ് എന്ന് പറഞ്ഞു. ഓ, കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഫെബ്രുവരി 3-ാം തീയതി ഞങ്ങൾ കല്യാണം കഴിക്കണു. എന്നെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ തറവാട്ടിലെ പാമ്പുംകാവിൽ നിൽക്കണ മരമാണ്. എൻ്റെ പിന്നിൽ ആ മരമുണ്ട്. അത് എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്ക് നിശ്ചയില്ല. 6 സെന്റ് സ്ഥലത്താണ് ഈ മരം നിൽക്കണത്. ചീനി എന്നാണ് ഈ മരത്തിന്റെ പേര്. ഈ മരം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് നിൽക്കുമ്പോഴും ഇതിനടിയിലുള്ള സർപ്പപ്രതിഷ്ഠകളെ തൊഴുമ്പോഴും ഞാൻ വിചാരിക്കണത് ഈ മരത്തിന്റെ ഏതെങ്കിലും കൊമ്പത്ത് എൻ്റെ ആ പഴയ ആള്, ആ ഗന്ധർവൻ ഉണ്ടാവുമെന്നാണ്. അപ്പോഴേക്കും വളരെ സങ്കടകരമായൊരു വാർത്ത എൻ്റെ ചെവിയിൽ എത്തി. അച്ഛൻ്റെ തറവാട് വിറ്റതിന് ശേഷം ആ പാലമരം നിന്നിരുന്ന സ്ഥലം കിട്ടിയത് അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മകനാണ്. അവിടെ ഏട്ടന് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ആ പാല വെട്ടിക്കളഞ്ഞു എന്ന് എന്നെ വിളിച്ച് പറയുണ്ടായി. പിന്നെ എത്ര കാലാണെന്നറിയോ ഞാൻ ആ ഏട്ടനോട് പിണക്കായിട്ട് മിണ്ടാണ്ടിരുന്നത്. എൻ്റെ ഗന്ധർവൻ അനാഥനായി പോയില്ലേ, വീടും കുടിയില്ലാത്തവനായിട്ട്. എവിടെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും പിന്നെ എന്നെ. ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം എന്നെ അന്വേഷിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും കൂടെ ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. പത്മരാജന്റെ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമ കണ്ടപ്പോൾ അതിലഭിനയിച്ച ഗന്ധർവന് നിതീഷ് ഭരദ്വാജ് അല്ലേ, അതേന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഗന്ധർവന്റെ ഭംഗി ഇല്ല എന്നാണ് തോന്നിയത്. അതിലഭിനയിച്ച നായിക നടി, അതിസുന്ദരിയായ നായിക നടി, അന്നത്തെ 10 വയസ്സുകാരിയുടെ സൗന്ദര്യത്തിന്റെ അയൽവക്കത്ത് പോലെ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമാത്രം തീക്ഷ്ണമായിരുന്നു എൻ്റെ മനസ്സിൽ ആ ഗന്ധർവൻ ഉണ്ടാക്കിയിട്ടുള്ള ഭ്രമ കൽപ്പനകൾ. ഇവിടെ വന്ന് ഈ മരം കണ്ടതിന് ശേഷം ഈ മരം കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ മുകളിൽ എവിടെയോ ആ ഗന്ധർവൻ ഇരിക്കുന്നുണ്ട്, കണ്ടുപിടിക്കണം എന്ന വിചാരത്തോടെയും നിത്യേന ഈ വിളക്കുകളിൽ തിരിവച്ചിരുന്ന ആളാണ് ഞാൻ. പിന്നെ എപ്പോഴോ ജീവിതം എന്നെ ഒരു ഗന്ധർവ ലോകത്ത് നിന്ന് പുറത്തേക്ക് തോണ്ടിയിടുകയും മനുഷ്യന്മാർ മാത്രമേ
ഈ ലോകത്തുള്ളൂ. നീ മനുഷ്യനാണ്, മനുഷ്യരെ കൂട്ട് കഴിഞ്ഞാൽ മതി, അതിനാണ് ഏറെ ബുദ്ധിമുട്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ പതുക്കെ ഇവിടുന്ന് ഈ ഇടനെഞ്ഞെന്ന് ഞാൻ അയാളെ ഇങ്ങോട്ട് കുറച്ച് അകറ്റി നിർത്തിയെന്നേ ഉള്ളൂ, കളഞ്ഞിട്ടില്ല. ഇപ്പോഴും ഗന്ധർവൻ എൻ്റെ കൂടെ തന്നെയുണ്ട്.